ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയനായ AD അഡ്മിൻ ശ്രീ സുബ്രഹ്മണ്യൻ സാർ, ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ആദരണീയനായ നമ്മുടെ ADPS ശ്രീ മുഹമ്മദ് ആരിഫ് സാർ, ഇന്ന് ഈ ചടങ്ങിൽ വിശിഷ്ട വ്യക്തിയായി നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ശ്രീ അനൂപ് സാർ, കോമഡോർ ഇന്ത്യൻ നേവി, അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ശ്രീ കൈലാസ് സാർ, ലെഫ്റ്റനൻറ്റ് കമാൻഡൻറ്റ്, ഇന്ന് ഈ ചടങ്ങിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആദരണീയനായ ശ്രീ AD ഔട്ട്ഡോർ ശ്രീ സോളമൻ സാർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ആദരണീയരായ DYSPs, വളരെ മഹനീയമായ ഒരു ചടങ്ങിനാണ് ഇന്ന് കേരള പോലീസ് ഇന്ത്യൻ നേവിയോടൊപ്പം കൈകോർക്കുന്നത്. സൈക്ലിംഗ്. ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ടാണെന്നാൽ ഏത് യുദ്ധത്തിലും ആദ്യമായി ശത്രുവിൻ്റെ മണ്ണിൽ വിജയപതാക പാറിച്ചിട്ടുള്ളത് ഇന്ത്യൻ നേവിയാണ്. 1971 വാറിൽ കറാച്ചി തുറമുഖം വരെയാണ് ഇന്ത്യൻ നേവി ആദ്യം പോയി പിടിച്ചത്. അതോടുകൂടിയാണ് പാകിസ്ഥാന് ഇന്ത്യയോട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ബോധമുണ്ടായത്. അപ്പോൾ ഓരോ ഭാരതീയൻ്റെ അഭിമാനമാണ് ഇന്ത്യൻ നേവി. ആ ഇന്ത്യൻ നേവിയോടൊപ്പം കൈകോർത്തുകൊണ്ടാണ് കേരള പോലീസ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു മഹനീയമായ ഒരു ആശയം നമ്മുടെ മണ്ണിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. സൈക്ലിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ മഹനീയമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നാൽ നമ്മളാരും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സൈക്ലിങ്ങിനോടൊപ്പം ഉണ്ട്. ഒരു ദിവസം 30 മിനിറ്റ് സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അവന് ഡയബറ്റിക് വരാനുള്ള സാധ്യത 40% കുറയുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ഹേർട്ട് സംബന്ധിച്ചുള്ള ഡിസീസ് ഏറ്റവും കൂടുതൽ, അതായത് 35% വരെ പിടിച്ചു നിർത്താൻ സൈക്ലിങ്ങിന് പറ്റും. കൂടാതെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം 3 ഇരട്ടി കൂടും. കാരണം BDNF എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, ഈ സാധനം 3 ഇരട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം 3 ഇരട്ടി കൂടും. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, സൈക്ലിംഗ് എന്ന് പറയുന്നത് പണക്കാർക്കുള്ളവരാണ്, പാവപ്പെട്ടവർക്കല്ലാന്ന്. ഉണ്ടെങ്കിൽ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഞാൻ ചോദിച്ചു അതെന്താ. അപ്പോൾ പുള്ളി എന്നോട് മറുപടി പറഞ്ഞത്, പൈസ കൊടുത്താൽ നല്ല വെള്ളം മേടിക്കാം, നല്ല ആഹാരം മേടിക്കാം, പക്ഷേ നല്ല എയർ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന നല്ല എയർ അവർക്ക് കിട്ടാൻ വേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗ്ഗമാണ് സൈക്ലിംഗ് എന്ന്. ഒരു പരിധിവരെ ശരിയാണ്. നല്ല വെള്ളം മേടിക്കാം, നല്ല ആഹാരം മേടിച്ച് കഴിക്കാം, പക്ഷേ നല്ല വായു മേടിച്ച് കഴിക്കാൻ ആർക്കും പറ്റില്ല. നല്ല വായു കിട്ടണമെങ്കിൽ അന്തരീക്ഷം മലിനമാക്കാതിരുന്നാൽ മാത്രമേ പറ്റൂ. അതിനുള്ളൊരൊറ്റ മാർഗ്ഗം എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈക്ലിംഗ് ലെയിൻസ് ഉള്ളത് ഡൽഹിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളത് ഡൽഹിയിലാണ്. അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയപ്പോൾ പറഞ്ഞത്, അവിടെ ആരും സൈക്ലിങ്ങിന് ഉപയോഗിക്കുന്നില്ല, ഈ ലൈൻസ് എല്ലാം അവർ ബൈക്ക് ഓടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നേരെ മറിച്ച് ബാംഗ്ലൂരിൻ്റെ കാര്യം എടുത്താൽ അവിടെ പൊല്യൂഷൻ റേറ്റ് കുറവാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈക്കിൾ ഉപയോഗിക്കുന്നു. ഈ ഒരു സായിപ്പുമായിട്ട് അടുത്ത സമയത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഏറ്റവും സെൻസിബിളായിട്ടുള്ള ആൾക്കാർ മലയാളികളാണെന്നാണ്. കാരണം യൂറോപ്പിൽ ചെന്നാൽ ആദ്യം ഒരു മലയാളി ഒരു സൈക്കിൾ ക്ലബ്ബിൽ ചേരും, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉപയോഗിക്കും. ഞാനപ്പോൾ ഒരു മലയാളിയോട് ചോദിച്ചാൽ എന്താ കാരണം, യൂറോപ്പിൽ സൈക്ലിംഗ് ഉപയോഗിച്ചാൽ കുറേ നേട്ടങ്ങളുണ്ട്. 1 ഫ്രീ വൈഫൈ, 2 ഫ്രീ വാഷ്റൂം, 2 ഫ്രീ കോഫി, അതെല്ലാം കൂടാതെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഏക സാധനം എന്ന് പറയുന്നത് സൈക്ലിങ്ങാണ്. അപ്പോൾ മലയാളി ആദ്യം യൂറോപ്പിൽ ചെന്നാൽ ഏതെങ്കിലും ഒരു സൈക്കിൾ ക്ലബ്ബിൽ ചേരും, അല്ലെങ്കിൽ ഒരു സൈക്കിൾ മേടിക്കും. അതുകൂടാതെ അവിടെ ഏറ്റവും കൂടുതൽ അവിടെ എല്ലാ സ്ട്രീറ്റിലും ലെയിൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി നല്ല രീതിയിൽ സൈക്കിൾ ഓടിച്ച് പെട്ടെന്ന് സ്ഥലത്തെത്തുകയും ചെയ്യാം. ഒരു വാഹനത്തിൽ 15 കിലോമീറ്റർ പോകണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. നേരെ മറിച്ച് സൈക്കിളിൽ പോയാൽ എല്ലാം ഫ്രീ. അപ്പോൾ ഇത്രയും സെൻസിബിളായിട്ടുള്ള മലയാളി കേരളത്തിൽ വരുമ്പോൾ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയും മഹനീയമായ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്ത്യൻ നേവിയോടൊപ്പം പകർന്നു തരുന്നതിൽ കേരള പോലീസിനും അഭിമാനിക്കാം. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഇന്നത്തെ ഈ ചടങ്ങിന് മഹനീയ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യ സാറാണ്. അദ്ദേഹത്തിനെ എൻ്റെ പേരിലും അക്കാഡമിയുടെ പേരിലും ഔട്ട്ഡോറിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ADPS ആണ്. ഈ ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് എൻ്റെയും അതുപോലെ തന്നെ അക്കാഡമിയുടെയും എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ നേവിയുടെ കൊമഡോറാണ്.
അദ്ദേഹത്തിൻ്റെ ടീം വളരെ ഊർജ്ജസ്വലമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും എൻ്റെ പേരിലും അക്കാഡമിയുടെ പേരിലും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി സ്വാഗതം ചെയ്യുന്നത് ശ്രീ സോളമൻ സാറാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് എൻ്റെ പേരിലും അക്കാഡമിയുടെ പേരിലും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിനോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും എൻ്റെ സഹപ്രവർത്തകരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ് ശ്രീ സുബ്രഹ്മണ്യ സാറിനെ ക്ഷണിക്കും. ഗുഡ് മോർണിംഗ് ടു ഓൾ. ബഹുമാനപ്പെട്ട IGP ട്രെയിനിങ് ഡയറക്ടർ കെപ്പ ശ്രീ P. വിജയൻ IPS അവർ, ഈ ചടങ്ങിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ADPS മുഹമ്മദ് ആരിഫ് സാർ, അനൂപ് സാർ, സോളമൻ, മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ ട്രെയിനേഴ്സ്. സ്വാഗത പ്രസംഗൻ പറഞ്ഞ പോലെ തന്നെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അത്യുജ്വല വിജയം കരസ്ഥമാക്കിയതിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സൈക്കിൾ റാലി നേവി ഇവിടെ നടത്തുന്നത്. ആസാദ് കി അമൃത് മഹോത്സവ് 75-ാം വാർഷികം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷിക്കുന്ന ഈ വേളയിൽ വിദ്യാർത്ഥികളിലേക്കും അതുപോലെ തന്നെ യുവജനങ്ങളിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നേവിക്കുണ്ട്. അതിലാണ് നമ്മൾ കേരള പോലീസ് നേവിയുമായി കൈകോർക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ട്രെയിനീസ് കോസ്റ്റൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് നേവിയുടെ ഭാഗത്തു നിന്നും വളരെ ശ്ലാഘനീയമായ പിന്തുണയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. എല്ലാ ട്രെയിനീസും അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ചടങ്ങിൽ, ഈ സൈക്കിൾ റാലിയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ആരിഫ് സാറിനെ ക്ഷണിച്ചോളുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാന്യ അധ്യക്ഷൻ AD അഡ്മിനിസ്ട്രേഷൻ ശ്രീ സുബ്രഹ്മണ്യൻ, വേദിയിലുള്ള AD ഔട്ട്ഡോർ സോളമൻ സർ, അഡ്മിനിസ്ട്രേഷൻ DSP രാകേഷ്, കമ്മഡോർ അനൂപ് സർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നേവി ടീം അംഗങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, കേരള പോലീസ് അക്കാഡമിയുടെ പേരിൽ ഇവരെ സ്വീകരിക്കുന്നതിനും അവർക്ക് വേണ്ടി എല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KPയുടെ ബഹുമാന്യ സഹപ്രവർത്തകരെ, നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണ് 1971 ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടിയ വിജയം. അതുപോലെ തന്നെ ഒരാൾക്കും കുറച്ച് കാണാൻ കഴിയാത്ത പ്രാധാന്യമാണ് ഇത്ര നീണ്ട കോസ്റ്റൽ ഏരിയയുള്ള ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് നേവിയുടെ ആ പ്രാധാന്യം. അതുപോലെ തന്നെയാണ് 500 കിലോമീറ്ററിലേറെ നീളമുള്ള കോസ്റ്റൽ ഏരിയ ഉള്ള കേരളത്തിനെ സംബന്ധിച്ചും. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവ് 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിലും ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിനായി ഇന്ത്യൻ നേവി കറാച്ചി പോർട്ടിൻ്റെ മേൽ നേടിയ വിജയത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിലും കേരളത്തിൽ വളരെ കാലമായി സാന്നിധ്യമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളീയ ജനതയ്ക്ക് ഈ നേവിയെക്കുറിച്ച് വേണ്ട പ്രാധാന്യം അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ നേവി പേഴ്സണൽ അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ പ്രാധാന്യം അവർ കേരള ജനതയുമായി ഒന്നുകൂടി ഇഴുകിച്ചേരാൻ അവരുടെ കേരള പര്യടനം സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ഇന്ന് കുറഞ്ഞു വരുന്ന ആ ഒരു ആരോഗ്യ പരിപാലനത്തിലുള്ള ശ്രദ്ധക്കുറവ് മനസ്സിലാക്കാനും അതിനുള്ള പ്രവർത്തനം നടത്താനും ഈ ഒരു സംരംഭം എല്ലാ തരത്തിലും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.
അതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് ദി Kerala Police Academy and our beloved IGP and Director Sri Vijayan P. Vijayan IPS, I welcome all the team members of the expedition team who now go from Academy to Kodungalur on this day. I welcome all of them and give our all the appreciation for this endeavor, and we will give all the success in their endeavor. I thank to Sri Anup sir to choose this academy, our beloved institution, to have a halt and a spot for their this expedition. Thank you. അവയർനെസ് സ്പീച്ച് നടത്തിയിലേക്കായി ബഹുമാനപ്പെട്ട അനൂപ് സാർ അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. Respected senior officers of the Kerala Police Academy, the Indian Navy Cyclotron team, the instructors of the Police Academy, and my dear trainees, I believe this is a privilege to be standing on the soil in this prestigious academy and to get an opportunity to interact with you all on such a fine morning. ഒരു ട്രെയിനി ആയിരിക്കുമ്പോഴാണ് ഒരാളുടെ മനസ്സും ശരീരവും ഏറ്റവും ഉണർന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ വാസ് ദ മോസ്റ്റ് അലേർട്ട് ആൻഡ് ഓപ്പൺ വെൻ ഐ വാസ് ട്രെയിനി മൈസെൽഫ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയധികം ട്രെയിനീസിൻ്റെ ഒരു ഇൻഫെക്ഷ്യസ് എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ദാറ്റ് again, I consider that's a blessing, and for a team that is cycling, I believe this energy that you give will take them, will motivate them on their journey all the way to at least, the next leg is still Kodungalur. I will just take 2 minutes to explain the why of this cyclothon. We started this cyclothon on 3rd of December. Moonandi ayathu in 1971 war inde tudakam. So it was to commemorate that we started the cyclothon on 3rd. അതുപോലെ തന്നെ liberation of East Pakistan happened on 16th of December. അതുകൊണ്ട് തന്നെ നമ്മുടെ cyclothon will culminate at Fort Kochi on 16th December. ഇതിനിടയ്ക്ക് 2 കാര്യങ്ങൾ ഈ ഒരു കൊല്ലം നടക്കുന്നുണ്ട്. ഒന്ന് സ്വർണ്ണം വിജയവർഷമാണ്, to commemorate the 1971 war and the 75 years of independence. ഇത് രണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ടു കമമറേറ്റ് ദ സ്വർണ്ണം വിജയവർഷ് വി ആർ സ്റ്റാർട്ടിംഗ് ദ സൈക്ലോത്തോൺ ഫ്രം 3rd ആൻഡ് ഫിനിഷിംഗ് ഇറ്റ് ഓൺ 16th. ടു കമമറേറ്റ് ദ 75 years of independence, we are doing it with a team of 75 cyclists, and we have actually divided this entire event into 4 legs. So total number of participants would be 75, so that the event could be commemorated according to that. I would like to take this opportunity to thank Mr. Solomon for his taking out his valuable time and helping me to coordinate this event, to give us in fact he had told us that he will go out and do whatever possible. It was from my side that I had reduced the requirements, but to see this kind of a turnout and to feel this energy from each one of you, I believe it's a blessing for me personally as well as for the entire team who is assembled here. I am also very fortunate that there's a team of cyclists from the Police Academy who will be joining us all the way till Thrissur, cycling along with us to show solidarity, because in future, it has already started, but in future, this nation needs to be guarded by everyone in uniform. There are certain parts of this duty being covered by us. The certain part of it will be covered by the army, some by Air Force, some by the CRPF, some by the BSF, and the Kerala Police has a huge role in giving that sense of security and safety to our men and women of this country.
for all the people, I am INS Dronacharya is also a training school for the gunnery department or the gunnery branch of Indian Navy. So I can, when I stand here, I can kind of relate to the environment that I have in my school. And I have only one request to all the trainees here: please train hard. The expectations from you is very, very high the moment you don a uniform. And the society respects a man in uniform for his integrity, for his hard work, and for his sense of service, which is something which is very, very unique. And I would say it's a privilege to be in uniform because of these qualities. And I can assure you it is not easy. I'm sure your instructors would have already told you the life ahead will be tough. But we will be tougher, because of which we will never feel that the life ahead will be tough. This change in you has to happen at this academy. You have to transform yourself into more tougher men and women that you feel. When the so-called toughness of a civilian look at it as tough, you feel it is easy. That training has to happen here. The transformation has to happen here. And I was already mentioning this to your senior officers here. By looking at the academy, the way it is kept, the infrastructure which is here, I am very, very confident that the quality of training at Kerala Police Academy is of the highest order. Together, we are looking at a very, very bright future for our country. And I am hopeful that we'll all work hand to hand. We'll have more such interactions, more such activities, and together our nation will rise above everyone else. That's all. I wish the Indian Navy Cyclotron a very good ride from here to Kodungalur, and tomorrow they'll be culminating the event at Fort Kochi. Thanks a lot, and thanks a lot to the entire team at KPA for giving us this opportunity and this warm, in fact, a very, very warm welcome that we have experienced here. Thanks a lot, sir. All the best to the KPA as well as to the entire Kerala Police Force. Shanu Varna, Jai Hind. Sorry, I would also like to take this opportunity to hand over a memento on behalf of Commanding Officer INS Dronacharya to Kerala Police Academy. I would request the senior officer to please come forward. Thank you, sir. Thank you very much for your energetic speech. And സോളമൻ സാറിനെ ഈ ചടങ്ങിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിലേക്ക് ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ് ഓൾ. വേദിയിലിരിക്കുന്ന ADPS ശ്രീ മുഹമ്മദ് ആരിഫ് സർ, കമഡോർ അനൂപ് പദ്മൻ, AD Admin and Training Subramanian sir, Lieutenant Commodore Kailash Bhai and his team, പ്രിയപ്പെട്ട officers, my dearest trainees. Actually, we are very fortunate to be here. The Indian Navy came here, and we already the fortunate to get them received. And the opportunity given by the Indian Navy, we are very off to you in all ways, because they have given us very support in all ways. So once I congratulate them and all wishes to my heartiest wishes on the behalf of Kerala Police Academy. So ഇവിടെ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ ഡയറക്ടറായ P. വിജയൻ സാർ IPS അവരുകളാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോളമൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ഇന്ത്യൻ നേവിയുടെ ഒരു സൈക്ലത്തോൺ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ സീനിയറായ ഇന്ത്യൻ നേവിയുടെ സദേൺ കമാൻഡ് ഓഫീസർ സാറിനെ അപ്രോച്ച് ചെയ്യുകയും അദ്ദേഹം അത് വളരെ സിൻസിയറായിട്ട് സ്വീകരിക്കുകയും ആ ഒരു ഡ്യൂട്ടി എന്നിൽ ഏൽപ്പിക്കുകയും ചെയ്തതാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി എല്ലാ ക്രെഡിറ്റും നമ്മുടെ അക്കാഡമിയുടെ ഡയറക്ടറിനാണ് പോകുന്നത്. സോ ഇന്ന് ഈ ഒരു വേളയിൽ ഇന്ത്യൻ നേവിയെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ഓർക്കുന്നത് 2018 പ്രളയകാലത്താണ്. ഇന്ത്യൻ നേവി നമ്മളുടെ കേരള സമൂഹത്തിനോട് ചെയ്ത, പ്രത്യേകിച്ച് കേരള പോലീസുമായിട്ട് തോളോട് തോൾ ചേർന്ന് ആ പ്രളയ കാലഘട്ടങ്ങളിൽ നടത്തിയ അവിസ്മരണീയമായ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ റെസ്ക്യൂ എന്ന് പറയുന്നത് വളരെ മഹനീയമായ പ്രവർത്തനമാണ്. അത് എന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും സ്മരിച്ചുകൊണ്ടേ എപ്പോഴും സ്മരിക്കാതെ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. സോ ഈ വേളയിൽ ഇന്ത്യൻ നേവിയെ ഇവിടെ നമ്മൾ സ്വീകരിക്കാൻ കിട്ടിയ ഒരു അവസരം അതും അതിലും വലിയ ഒരു മഹനീയ സന്ദർഭമാണ്. കാരണം ഇന്ത്യൻ നേവിയെക്കുറിച്ച് എനിക്ക് കുറേ കൂടെ അടുപ്പമുണ്ട് ഇന്ത്യൻ നേവിയായിട്ട്. കാരണം ഞാൻ NCCയിലായിരിക്കുമ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡിന് ഡൽഹി പോകുമ്പോൾ 3 വിങ്ങായിട്ടാണ് പോകുന്നത്. അതായത് നേവി വിങ്, എയർ വിങ് ആൻഡ് കരസേനയുടെ വിങ്. അപ്പോൾ ഞാൻ കരസേനയുടെ വിങ്ങിലായിരുന്നു കേരള കേഡറിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ 3 വിങ്ങും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നേവിയുടെ ഓഫീസേഴ്സും എല്ലാവരും കൂടെ കാണും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ബന്ധമുണ്ട്. മോറോവർ എൻ്റെ നേരെ ഇളയ അനുജൻ നേവിയിലെ ഓഫീസറാണ്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് കൊച്ചി തന്നെ. സോ അങ്ങനെയും നേവിയുമായിട്ട് എനിക്കൊരു പ്രത്യേക ബന്ധമുണ്ട്, കുടുംബവുമായിട്ട് തന്നെയും ഞങ്ങളുടെ. സോ ഇന്ത്യൻ നേവി പല കാലഘട്ടങ്ങളിലും നമ്മുടെ യുദ്ധസമയങ്ങളിൽ 71 ആയാലും 68 യുദ്ധങ്ങളിലായാലും 72-ലായാലും ശരി, നമ്മുടെ രാജ്യത്തിന് എപ്പോഴും വളരെ നട്ടലോടുകൂടി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഫോഴ്സ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയയുള്ള ഇന്ത്യയിൽ ഇന്ന് ലോകത്ത് നേരിടുന്ന ഭീഷണികളിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയയിൽ നിന്നുമാണെന്നുള്ളതും നമ്മൾ കണക്കെടുക്കുമ്പോൾ നമ്മളൊക്കെ വളരെ സ്വൈരമായി ജീവിക്കുമ്പോഴും ഇവരുടെ നിതാന്തമായ ജാഗ്രത കടൽ തീരങ്ങളിലും കടലിലും എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ 1971 നടന്ന യുദ്ധത്തിൽ കറാച്ചിയിൽ പോയി ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഹിസ്റ്ററി അറിയാം. അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ 50-ാം വാർഷികമായ ഈ കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ അവരുടെ ഏഴിമല അക്കാഡമിയിൽ വരെ പോയിട്ട് റിട്ടേൺ വരുന്ന ഈ ഒരു സമയം അവർ ഉപയോഗിച്ചത് ഈ ഒരു സൈക്ലത്തോൺ മാത്രമല്ല, രാജ്യസ്നേഹം എല്ലാവരിലും എത്തിക്കുക. കുട്ടികൾ തൊട്ടും കുഞ്ഞുങ്ങളായാലും ശരി, സ്കൂളിങ്ങും കോളേജും അതുപോലെ യുവജനങ്ങളിലും അതുപോലെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലും ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യസ്നേഹമാണ് നമുക്ക് ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത് എന്നുള്ള ഒരു സന്ദേശവും കൂടി ഇതിൽ നമ്മൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാം കേരള പോലീസിലെ വിഭാഗങ്ങളായാലും രാജ്യസുരക്ഷയാണ് നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു 50-ാം വാർഷികത്തിൻ്റെയും ആയതുപോലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ 75-ാമത്തെ വാർഷികമായും ആസാദ് കി അമൃത് മഹോത്സവ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇയർലി പ്രോഗ്രാമായി നടക്കുന്ന ഈ ഒരു സമയത്തും കൂടി ഇവർ ഈ ഒരു അവസരം തിരഞ്ഞെടുത്ത് നമ്മളെ അക്കാഡമിയിൽ ഇവിടെ എത്തിയതിലും വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. ഈ ചടങ്ങിന് വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത് സത്യത്തിൽ നമ്മുടെ ഡയറക്ടർ P. വിജയൻ IPS അവർകളാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ ഇവിടെ സന്നിഹിതനായിരിക്കേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ രാത്രി കുറച്ച് എമർജൻസി ഉണ്ടായി, അദ്ദേഹം എമർജൻസി പോകേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും അതുപോലെ ഫ്ലാഗ് ഓഫും ചെയ്യേണ്ട അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും എൻ്റെ പേരിലും അതുപോലെ ഈ അക്കാഡമിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ആയതുപോലെ നന്ദി അർപ്പിക്കേണ്ടത് ഇന്ത്യൻ നേവി ടീമിനോടെയാണ്, എസ്പെഷ്യലി കമ്മഡോർ അനൂപ് ആൻഡ് കൈലാഷ് ഭായ്. ഇവിടെ നമ്മുടെ ഈ ഒരു സംഘടന, നമ്മൾ ചെറിയ ഒരു
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറിയൊരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുകയും നമുക്ക് ഈ ഒരു അവസരം ഇന്ത്യൻ നേവി തന്നുകയും നമ്മുടെ അക്കാഡമി അവർ ചൂസ് ചെയ്യുകയും ചെയ്തതിലും ആയതുപോലെ ഈ ചെറിയ തണുപ്പിൽ രാവിലെ സൈക്കിൾ തട്ടി നമ്മുടെ ഇവിടെ വരെ വന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കുകയും എന്താണ് രാജ്യസ്നേഹം അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ട്രെയിനീസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉത്തേജിപ്പിച്ച ഇവർക്കുള്ള നന്ദിയും ഞാൻ ഈ വേഷത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നന്ദി അറിയിപ്പിക്കാനുള്ളത് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായ ശ്രീ ആരിഫ് മുഹമ്മദ് സാർ, അസിസ്റ്റന്റ് ഡയറക്ടർ PSനാണ്. അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിന് വന്നുകയും ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുകയും ഈ ഒരു സൈക്ലത്തോൻ്റെ ഉള്ള ആശീർവാദങ്ങൾ നൽകുകയും ചെയ്ത് അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും എൻ്റെ പേരിലും കാഡയുടെ പേരിലും ഞാൻ അർപ്പിക്കുന്നു. ആയതുപോലെ അടുത്തതായി നന്ദി അറിയിക്കാനുള്ളത് AD അഡ്മിൻ ആൻഡ് ട്രെയിനിങ് സുബ്രഹ്മണ്യൻ സാറിനോടാണ്. അദ്ദേഹവും ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ എല്ലാവിധത്തിലുമുള്ള സപ്പോർട്ടും 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ആ ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ടീമും ആയതുപോലെ DYSP രാകേഷ്, മറ്റു ഇൻസ്പെക്ടേഴ്സ് ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു. സോ അവർക്കും ഈ ഒരു വേളയിൽ എൻ്റെയും കെപ്പയുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിലുപരി ഈ സൈക്ലത്തോണിൽ പങ്കെടുക്കുവാനായി 30ഓളം പേർ കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജവാന്മാർ, ഓഫീസേഴ്സ്, ഇവർക്കെല്ലാവർക്കും കെപ്പയുടെ പേരിലും ആയതുപോലെ എൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആയതുപോലെ ഈ ചടങ്ങിന് വേണ്ടി പങ്കെടുത്ത കേരള പോലീസ് അക്കാഡമിയിലെ DYSPമാർ, ACമാർ, ഇൻസ്പെക്ടേഴ്സ്, മറ്റ് ഓഫീസേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ്, ആയതുപോലെ എത്രയും പ്രിയപ്പെട്ട ട്രെയിനീസ്, ഇവർക്കെല്ലാവർക്കും മറ്റു വിട്ടുപോയിട്ടുള്ള എല്ലാവർക്കും ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാൻ പ്രചോദനമായിട്ടുള്ള ഈ കമ്പനിയിലെ മധു, റജി, ആയതുപോലെ മറ്റുള്ള സ്റ്റാഫുകൾക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തായി ഫ്ലാഗ് ഓഫ് ചടങ്ങാണ്. അതിലേക്ക് ബഹുമാനപ്പെട്ട ADPS അദ്ദേഹത്തെയും നേവി ഓഫീസർ ബഹുമാനപ്പെട്ട അനൂപ് സാർ അവരുകളെയും മറ്റു ടീം അംഗങ്ങളെയും ക്ഷണിക്കുന്നു.